സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുമ്പോൾ കൂടുതൽ ജാഗ്രത അനിവാര്യമാകും. വ്യാജ വാർത്തകളും അശ്ലീല ഉള്ളടക്കങ്ങളും നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ കർശന നിയമങ്ങൾ ഫെബ്രുവരി 20 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിലാകും. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് തുടങ്ങിയ വമ്പൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിയമവിരുദ്ധമായ ഉള്ളടക്കം നീക്കം ചെയ്യാൻ ഇനി വളരെ കുറച്ചു സമയം മാത്രമേ ലഭിക്കൂ. എന്താണ് പുതിയ നിയമം? ഡിജിറ്റൽ ലോകത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര IT മന്ത്രാലയം ഇൻഫർമേഷൻ ടെക്നോളജി ഭേദഗതി ചട്ടം 2026 ഔദ്യോഗികമായി വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ്. ഇതുവരെ സർക്കാർ സംവിധാനങ്ങളോ കോടതികളോ ഒരു പോസ്റ്റ് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയാൽ അത് നടപ്പിലാക്കാൻ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് 36 മണിക്കൂർ വരെ സമയം ലഭിച്ചിരുന്നു. എന്നാൽ പുതിയ ചട്ടം പ്രാബല്യത്തിൽ വരുന്നതോടെ ഈ സമയപരിധി വൻതോതിൽ ചുരുക്കി 180 മിനിറ്റ് അഥവാ 3 മണിക്കൂറായി നിശ്ചയിച്ചിട്ടുണ്ട്. വ്യക്തികളുടെ സ്വകാര്യതയെ ഗുരുതരമായി ലംഘിക്കുന്ന അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ ആയാൽ നടപടി സ്വീകരിക്കാനുള്ള സമയം ഇനിയും കുറയും. അത്തരം ഉള്ളടക്കങ്ങൾ 2 മണിക്കൂറിനുള്ളിൽ തന്നെ നീക്കം ചെയ്യണമെന്നതാണ് പുതിയ നിർദ്ദേശം. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഡീപ് ഫേക്ക് വീഡിയോകളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ വാർത്തകളെയുമാണ്. ഒരാൾ പറയാത്ത വാക്കുകൾ പറഞ്ഞതായോ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തതായോ കാണിക്കുന്ന ഇത്തരം AI നിർമ്മിത ദൃശ്യങ്ങൾ ഇന്ന് ഇന്റർനെറ്റിൽ വ്യാപകമാണ്. സമൂഹത്തിൽ വലിയ ആശയക്കുഴപ്പവും സംഘർഷവും സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ഇത്തരം ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നുവെന്ന് ഉറപ്പാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി. ഇനി നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണോ എന്ന് തിരിച്ചറിയുന്നത് വളരെ എളുപ്പമാകും. പുതിയ നിയമപ്രകാരം AI ഉപയോഗിച്ച് നിർമ്മിച്ചതോ എഡിറ്റ് ചെയ്തതോ ആയ എല്ലാ ഉള്ളടക്കങ്ങളിലും അത് വ്യക്തമാക്കുന്ന ലേബൽ നിർബന്ധമായും പ്രദർശിപ്പിക്കണം. ഉപയോക്താക്കൾ ഇത്തരം ഉള്ളടക്കം അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് AI നിർമ്മിതമാണോ എന്ന് പ്ലാറ്റ്ഫോമുകളെ അറിയിക്കേണ്ടതായിരിക്കും. ഈ വിവരം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. പോസ്റ്റ് നീക്കം ചെയ്യുന്നതിന് പുറമെ അക്കൗണ്ട് റദ്ദാക്കൽ പോലുള്ള നടപടികളും നേരിടേണ്ടി വരുമെന്നാണ് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം സാധാരണ ഫോട്ടോ എഡിറ്റിംഗ്, കളർ കറക്ഷൻ, ട്രാൻസ്ലേഷൻ തുടങ്ങിയ നിത്യോപയോഗത്തിലുള്ള ഡിജിറ്റൽ പ്രവർത്തനങ്ങളെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. യഥാർത്ഥ സംഭവങ്ങളെ തെറ്റായി അവതരിപ്പിക്കുന്ന തരത്തിലുള്ള AI ഇടപാടുകൾക്കാണ് നിയന്ത്രണം ബാധകമാകുക. കൂടാതെ ഓരോ 3 മാസത്തിലും പ്ലാറ്റ്ഫോമുകൾ ഉപഭോക്താക്കളെ ഈ നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കണമെന്നും ഭേദഗതിയിൽ നിർദ്ദേശമുണ്ട്. ഇന്നത്തെ ഇന്റർനെറ്റ് ലോകത്ത് ഒരു വ്യാജ വാർത്ത പടരാൻ മിനിറ്റുകൾ മതി. 36 മണിക്കൂർ എന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ ദൈർഘ്യമേറിയ സമയമാണെന്ന് IT മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നു. ആ സമയം കൊണ്ട് ഒരു തെറ്റായ വാർത്ത ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നടപടി സ്വീകരിക്കാനുള്ള സമയം 3 മണിക്കൂറായി ചുരുക്കിയതെന്ന് കേന്ദ്രം വിശദീകരിക്കുന്നു. വലിയ ടെക് കമ്പനികൾക്ക് ഇത് വലിയ വെല്ലുവിളിയാകുമെങ്കിലും സാധാരണ പൗരന്മാരുടെ സുരക്ഷയും രാജ്യത്തിന്റെ സാമൂഹിക സമാധാനവും ഉറപ്പാക്കാൻ ഈ നടപടി അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഫെബ്രുവരി 20 മുതൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇൻസ്റ്റഗ്രാം റീലുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വൻ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. AI നിർമ്മിതമായ ഉള്ളടക്കങ്ങളെ തിരിച്ചറിയാൻ ഇനി ലേബൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. പുതിയ ചട്ടങ്ങളോട് ടെക് കമ്പനികൾ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.